ഇഡലി ഉണ്ടാ പലഹാരം. സാവത്തന ഇഡലി വെക്കട്ടെ ഇവിടെ. നല്ല മഴ മൂടൽ. ഏട്ട തട്ടെടുത്തിട്ട് വരും. ശരി കാണിച്ചു വേഗട്ടെ വേഗട്ടെ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇഡ്ഡലി അവിടെ കിടന്ന് വേഗട്ടെ. ഇഡ്ഡലിക്ക് പറ്റിയൊരു കുറുമയാണ് കേട്ടോ, തക്കാളി കുറുമ. എന്നും ചട്നിയും പൊടിയല്ലേ, ഇന്ന് കുറുമയാണ്. വളരെ സിമ്പിളായ ഒരു കുറുമ. എങ്ങനെ വെക്കുക നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സിമ്പിളായിട്ട് തക്കാളി വാങ്ങിക്കാം. തക്കാളി കുറുമയ്ക്ക് നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. അതെ, നല്ല മഴക്കാറ് കേട്ടാ. ഞായറാഴ്ചയായിട്ട് ഇന്ന് വൈകുന്നേരം ഇനി നാളെ തൊട്ട് നല്ല മഴയാവും. നാളെ തൊട്ട് സ്കൂളൊക്കെ ആയി. ഇഞ്ചി വേണ്ട, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, കണ്ണരിക്കണം. അതുപോലെ ഇറക്കുമ്പോഴേക്ക് വളരെ സിമ്പിളായൊരു കുറുമയാണ്. ഇത്രയും വലുത് വേണം. കഴുകിയിട്ടൊന്ന് മുറിച്ചെടുക്കട്ടെ. നമുക്ക് കുറുമയ്ക്ക് വേണ്ടി ഒന്ന് അരപ്പ് തയ്യാറാക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകം, 2 ഏലക്കായി, ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, ഒരു 6 അണ്ടിപ്പരിപ്പ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി ചെറുതാണ് കേട്ടോ, 4 പച്ചമുളക്, 1 പിടി തേങ്ങ, കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നന്നായി അരച്ചിട്ട് വരും. മഷി പോലെ അരക്കണം കേട്ടോ. കുറുമക്കറി വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടാവട്ടെ. ഇതിലൊരു കഷ്ണം ബേ ലീഫ് ഇട്ടോ. ഇതിലേക്ക് 2 സവാള പൊടിയായിരുന്നു കേട്ടോ. സവാള നന്നായി വഴണ്ട് വരട്ടെ. ഉള്ളിയൊക്കെ നന്നായി വാടി വന്നു കേട്ടോ. ഇത്രയും മതി. ഇതിലേക്ക് 3 തക്കാളി, തക്കാളിന്ന് വാടി വരട്ടെ. തക്കാളിന്ന് അടച്ചു വെച്ച് വേവിക്കാട്ടോ. ഇതൊന്ന് വേകട്ടെ. തക്കാളി വെന്താ നോക്കാം. നന്നായി ഉടഞ്ഞു കേട്ടോ തക്കാളി. സൂപ്പറായി ഉടഞ്ഞു. ഇതിക്കൊരു 3 പച്ചമുളക് കിട്ടാം, കീറിയിട്ടതാണ്. നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ചെറുതായിട്ട് തിളക്കട്ടെ കേട്ടോ. കുറുമ റെഡി ആയിട്ടാ. ഓഫാക്കുക. ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കുക. മല്ലിയിലയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതേപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. അടിപൊളിയാണ്. ഇഡ്ഡലി വെന്താൻ നോക്കട്ടെ കേട്ടോ.
വെന്തു, നന്നായി വെന്തു. ഉള്ളി റെഡി, കറിവേപ്പിലിൻ്റെ തണ്ടാണ്. ചൂട് നല്ല പൊന്തി വന്നിട്ടുണ്ടല്ലോ. ചൂട് എന്താ കിളികള്? നിറയെ കിളികളില്ല. നമ്മൾ കാലത്ത് നടക്കാൻ പറ്റുമ്പോൾ ചെറിയ അടയ്ക്കാ കിളികളില്ലേ? ഇവിടെ കിളി, പ്രാവ്, ഏറ്റവും കൂടുതൽ കാക്കണം ഇവിടെ. പിന്നെ പ്രാവ്. അപ്പം മാവടിക്കുക, അത് സോഫ്റ്റ് ഇടലിട്ടാ. ചൂടുണ്ടോ? കിടന്ന് വിടാട്ടെ. അപ്പോൾ നമുക്ക് കഴിക്കാം. ഇഡലി കഴിക്കാട്ടോ, നല്ല സോഫ്റ്റ് ഇഡലി. പിന്നെ നമ്മുടെ കുറുമ. ചപ്പാത്തിക്കും പറ്റില്ലേ? സൂപ്പറാണ് ചപ്പാത്തി പൊറോട്ടയ്ക്കൊക്കെ. ഇത് ഇഡലി പൊടിയിട്ടാ, അന്ന് പൊടിച്ച് വെച്ചാണ്. നമ്മൾ കഴിക്കട്ടെപ്പാ. കേട്ടാ സൂപ്പർ കുറുമ. ആയി നല്ല ചോറ്. അടിപൊളി. വെക്കാത്തത് വെച്ച് നോക്കട്ടാ, സൂപ്പർ ടേസ്റ്റ്. ഇത് കഴിഞ്ഞിട്ടാ ഇങ്ങനെ പൊടിച്ച് എന്നിട്ട് വായക്കൂടെ കപ്പിൽ വരണം. എന്നും ഇങ്ങനെയല്ലേ, ചട്നി കൊണ്ടല്ലേ ഇന്ന് ഒരു വെറൈറ്റി. അടിപൊളി കഴിഞ്ഞിട്ടാ. എന്താ അത് രാവിലെ തന്നെ കണ്ട എൻ്റെ സ്റ്റെപ്പിലാണ് വന്ന് കഴിക്കണ കണ്ട അരി. കുറേ പേര് അവിടെ വട്ടം കറങ്ങണു. എന്തൊരു പേടി അറിയാം. പൂച്ച വരും പറഞ്ഞിട്ടാണ് ഒറ്റ പോക്ക് പോവും. എന്നിട്ട് പിന്നെ നാളെ വരുള്ളൂ. ഇപ്പം അരിവതറിട്ട പോലെ ഞാനും കൊടുക്കും, അപ്പുറത്തെ ഒരു ചേച്ചിയും കൊടുക്കും കേട്ടോ അരി. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാളെ വരുള്ളൂ. എനിക്കിപ്പം കുറേ തൂവൽ കിട്ടുന്നു. നല്ല രസമല്ലേ കാണാൻ. ഇതൊരു ഞാൻ ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. ഞങ്ങൾക്ക് അരി കൊടുക്കുക. ഞാനിപ്പോൾ 6-7 പ്രാവശ്യം ഇട്ട് കൊടുത്തു. കഴിച്ചു. ഗൈസ്, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തൃശ്ശൂരിലുള്ള മൊത്തം പ്രാവ് വന്നോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇപ്പോൾ എത്രാമത്താണ് ഇട്ട് കൊടുക്കുന്നത്? നല്ല രസം. കയ്യിൽ കൊടുത്താലോ വരുമോ? തിരുവന്ന് കയ്യിൽ